തുർക്കിയിൽ തള്ളയെപ്പോലെ മേക്കപ്പ് ഇട്ട് അഭിനയിക്കുന്ന മീനാക്ഷിയുടെ റെസ്റ്റോറന്റിലെ മെയിൻ വിഭവമാണ് ഗോതമ്പുണ്ട ഉരുട്ടിയത്. അത് കഴിച്ചപ്പോൾ തന്നെ ഒരു വെടലന് ആ റെസ്റ്റോറന്റ് വേണം. അത് പറയാൻ നീ ഏതാടാ നായെന്ന് പറഞ്ഞപ്പോൾ അവർ തിന്നതെല്ലാം ആ പടിക്കൽ ഛർദ്ദിച്ചിട്ട് റെസ്റ്റോറന്റ് അടിച്ചു പൊളിക്കാൻ പ്ലാൻ ഇടുന്നു. അന്നേരം 34 വയസ്സുള്ള മീനാക്ഷിയുടെ മകനായ 65 വയസ്സുള്ള റെഡ്ഡി, വെറും റെഡ്ഡിയല്ല, അല്ലൊരു കൊപ്പ യദുകുല വെങ്കടേശ്വര രാജശേഖർ റെഡ്ഡി, അവരെല്ലാം അടിച്ചു തൂറ്റിക്കുന്നു. അങ്ങനെ ഇഷ എന്ന പെണ്ണ് ഒരു സിംഗിങ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും കാളരാഗം പാടിയതിന് അവളെ ചവിട്ടി പുറത്താക്കുന്നു. ഇതിൽ വിഷമിച്ച് കള്ളുകുടിച്ച് വീട്ടിൽ പോയി ഉറങ്ങിയ അവളുടെ ചെവി രാവിലെ ആയപ്പോൾ അടിച്ചുപോയിരുന്നു. CCTV നോക്കിയപ്പോൾ റെഡ്ഡി അവിടെ വന്ന് നടത്തിയ വെടിവെപ്പിന്റെ ശബ്ദം കാരണമാണ് അവളുടെ കേൾവി പോയതെന്ന്. ഇതിന് നഷ്ടപരിഹാരം ചോദിച്ച് അവൾ അയാളുടെ കാർ ഷോറൂമിൽ എത്തുകയും അവിടെയുള്ള കാറുകളുടെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവളെ കൊണ്ട് ഗാരു ആ കാർ തുടയ്ക്കാൻ ഏൽപ്പിക്കുന്നു. അങ്ങനെ എല്ലാം കാണിച്ചുകൊണ്ട് ഒരു കാർ തുടയ്ക്കൽ അവിടെ കാണുന്നു. ഈ സമയത്തുണ്ടാകുന്ന വെടിവെച്ച കേൾക്കുമ്പോൾ അവളുടെ കേൾവിശക്തി തിരികെ ലഭിക്കുന്നു. ശാസ്ത്രത്തിന്റെ ഓരോ വളർച്ചയെ അങ്ങനെ രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രഷ് അടിച്ച് കെട്ടാൻ തീരുമാനിക്കുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതിന്റെ ഇടയിൽ അവരുടെ ഒരു പാട്ട് സ്വാഭാവികം. അങ്ങനെ 34 വയസ്സുള്ള അമ്മച്ചി അവന്റെ അച്ഛനെ പറ്റിയുള്ള ചരിത്രം പറയുന്നു. അച്ഛൻ മരിച്ചതാണെന്നാണ് റെഡ്ഡി ഇതുവരെ കരുതിയത്. ലെവൻ ഇതുവരെ സ്വന്തം തന്ത ആരാണെന്ന് ചോദിച്ചിട്ടില്ലാത്ര. അവന് അച്ഛനെ കാണണം എന്ന് പറയുമ്പോൾ പള്ളിയിൽ അച്ഛനെ കാണിച്ചു തരുമായിരുന്നു അവന്റെ അമ്മച്ചി. അച്ഛൻ നാട്ടുകാരുടെ കണ്ണിൽ ഉണ്ടംപരിയായ വീരസിംഹ റെഡ്ഡിയാണത്രേ. തള്ളയിരുന്ന ഒറ്റ തള്ളാണ്. വില്ലന്മാർ ചേർന്ന് വീരയെ തട്ടിക്കളയാൻ ഒരു പുതിയ കെമിക്കൽ ഫാക്ടറി ഉണ്ടാക്കാൻ പ്ലാൻ ഇടുന്നു. എന്നാൽ വീര ഈ ഫാക്ടറിയുടെ നിർമ്മാണ സ്ഥലത്ത് ചെന്ന് തെണ്ടിപ്പിള്ളരെ പോലെ അടിയുണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇഷയുമായുള്ള കുഞ്ഞൻ റെഡ്ഡിയുടെ വിവാഹാലോചനയ്ക്കായി മീനാക്ഷി തന്തവീരയെ തുർക്കിയിലേക്ക് വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ഗുണ്ടകൾ തുർക്കിയിൽ വെച്ച് വീരയെ ആക്രമിക്കുന്നു. ഈ മുടിഞ്ഞവൻ എവിടെ പോയാലും അടിയാണ്. അങ്ങനെ വില്ലനെ കൊല്ലാൻ നേരം അയാളുടെ ഭാര്യ ഭാനുമതി ഇടപെട്ട് വീരയോട് ഭർത്താവിന്റെ ജീവനായി കെഞ്ചി. വീര അവളെ വിശ്വസിച്ച് അടുത്ത് ചെല്ലുമ്പോൾ ഭാനുമതി വീരയെ കത്തിക്കൊണ്ട് കുത്തിക്കൊല്ലുന്നു. അണ്ണൻ പയ്യെ സിഗരറ്റ് കത്തിച്ച് ചാവുന്നു. യഥാർത്ഥത്തിൽ വീരയുടെ അച്ഛന്റെ അവിഹിത ബന്ധത്തിലുണ്ടായ മകളായിരുന്നു ഭാനുമതി. വീര സ്വന്തം മകളെ പോലെയാണ് അവളെ വളർത്തിയത്. ഒരിക്കലൊരു ഫൈറ്റിന്റെ ഇടയിൽ വില്ലന്റെ അച്ഛന്റെ തല വീര വില്ലനെ കൊണ്ട് തന്നെ വെട്ടിക്കുന്നു. അങ്ങനെ തുടങ്ങിയതാണ് വില്ലനും റെഡ്ഡിയും തമ്മിലുള്ള ശത്രുത. പിന്നീട് ഭാനുമതി ശേഖർ എന്ന യുവാവുമായി പ്രണയത്തിലായി. എന്നാൽ ഒരു നായാട്ടിനിടെ വില്ലനോട് തോറ്റ ശേഖർ മദ്യപിച്ച് അബദ്ധത്തിൽ തോക്കിൽ നിന്ന് വെടിപൊട്ടിക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ വീര ശേഖറിനെ മർദ്ദിക്കുകയും ഭാനുമതിയുമായുള്ള വിവാഹം മുടക്കുകയും ചെയ്തു. ശേഖർ ആത്മഹത്യ ചെയ്തതിൽ മനം തോന്ന് ഭാനുമതി വീരയെ വെറുക്കാൻ തുടങ്ങി. പ്രതികാരത്തിനായി അവൾ വീരയുടെ ശത്രുവായ വില്ലനെ വിവാഹം കഴിക്കുകയും വീരയെ കൊല്ലുന്നത് വരെ താൻ വില്ലന്റെ കൂടെ കിടക്ക പങ്കിടില്ലെന്ന് അവൾ ശപഥം ചെയ്യുന്നു. പിന്നെ എന്തിനാ സാർ തോക്ക്? വീരയുടെ മരണത്തിൽ വില്ലൻ റെഡ്ഡി ആഘോഷം നടത്തുകയും ഫാക്ടറി സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അന്ന് രാത്രി അമിതമായി മദ്യപിച്ച വില്ലൻ ഒരു വലിയ സത്യം ഭാനുമതിയോട് വിളിച്ചു പറയുന്നു. അവളുടെ പണ്ടത്തെ കാമുകനെ കൊന്നത് വില്ലൻ തന്നെയായിരുന്നെന്ന് സത്യം മനസ്സിലാക്കി അവൾ വീരയുടെ വീട്ടുപടിക്കൽ വന്ന് ജീവനൊടുക്കുന്നു. അനുമതിയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതിനിടെ വില്ലൻ ആക്രമിക്കാൻ വരുന്നു. എന്നാൽ ജയ് എല്ലാറ്റിനെയും അടിച്ചു തൂറ്റിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ 34 വയസ്സുള്ള അമ്മ, 64 വയസ്സുള്ള മോൻ, 40 വയസ്സായ ഭാര്യ, എല്ലാവരും ജോളിയായി ജീവിക്കുന്നു.